പോത്ത്. ചെങ്ങായിമാരെ, നമ്മളിന്ന് എത്തിയിട്ടുള്ളത് വാണിയംകുളം ചന്തയിലേക്കാണ്. വാണിയംകുളം ചന്തയിൽ ഒരുപാട് കന്നുകാലികളൊന്നും ഈ ആഴ്ച വന്നിട്ടില്ല. വളരെ കുറച്ച് കന്നുകാലികൾ മാത്രമാണ് വന്നിട്ടുള്ളത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കന്നുകാലികൾ ഒരു 3-4 ലോഡുകൾ മാത്രമാണ് ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുള്ളൂ. വളരെ കുറച്ച് കന്നുകാലികളുള്ളൂ. പെരുന്നാളിന് തൊട്ട് മുൻപുള്ള ദിവസം, അതായത് ബുധനാഴ്ചയാണ് ഇന്ന് ചന്ത പ്രവർത്തിച്ചിട്ടുള്ളത്. ഇടച്ചന്ത ആയതുകൊണ്ട് തന്നെ കന്നുകാലികൾ വളരെ കുറവാണ് വന്നിട്ടുള്ളൂ. വ്യാഴാഴ്ച പെരുന്നാൾ ആയതുകൊണ്ട് അതിന്റെ തലേ ദിവസം ബുധനാഴ്ച സ്പെഷ്യൽ ചന്ത വെച്ചതാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കന്നുകാലികളുള്ളൂ. പുറത്തുനിന്നുള്ള കന്നുകാലികൾ വളരെ കുറവാണ് വന്നിട്ടുള്ളൂ. നാടൻ പോത്തുകൾ കുറച്ച് വന്നിട്ടുണ്ട്. അത് പെരുന്നാൾക്ക് മുൻപ് വിൽക്കാൻ കഴിയാത്ത പോത്തുകൾ, അല്ലെങ്കിൽ അവർക്ക് വില കിട്ടാത്തതുകൊണ്ട് അവർ വിൽക്കാത്ത പോത്തുകളും കുറച്ച് വന്നിട്ടുണ്ട്. അതേപോലെ നാടൻ കന്നുകാലികളും കുറച്ച് വളർത്ത് കുട്ടികളൊക്കെയാണ് ഇന്ന് ചന്തയിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് നാടൻ പോത്തുകൾ കെട്ടിയിട്ടുണ്ട്. അതിൽ ഈ കാണുന്ന 2 അത്യാവശ്യം വലുപ്പത്തിനുള്ള പോത്തുകളാണ്. അതൊക്കെ ഏകദേശം 80 രൂപ 85 രൂപ റേഞ്ചൊക്കെയാണ് വില ചോദിച്ചത്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വളർത്തുകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഈ കാണുന്നത് കാങ്കയം ബ്രീഡ് പെട്ടിട്ടുള്ള ഫുൾ ബ്ലാക്ക് നിറത്തിലുള്ള അത്യാവശ്യം വലുപ്പത്തിനുള്ള ഒരു വളർത്തൂട്ടിയാണ്. ഈ കാണുന്ന വളർത്തൂട്ടിക്ക് ചന്തയിൽ 34,000 രൂപയാണ് അവർ ചോദിക്കുന്ന വില. ചന്തയിൽ കൊണ്ടുവന്ന കച്ചവടക്കാര് 34,000 രൂപയാണ് ചോദിക്കുന്നത്. നമുക്ക് നമ്മുടെ വിലക്ക് ബാർഗൈൻ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് വളർത്തൂട്ടികളെ കെട്ടിയിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വളർത്തൂട്ടികൾ. കാങ്കയം ബ്രീഡ് പെട്ടതുണ്ട്, കാങ്ക്രേജ് ഉണ്ട്, അതേപോലെ ഹാലിഗർ ഉണ്ട്, ഗിയർ ഉണ്ട്, ഗിയർ ക്രോസ് ഉണ്ട്, ഓങ്കോൾ ഉണ്ട്, സിന്ധ് ഉണ്ട്. അങ്ങനെ പല ബ്രീഡപ്പെട്ടിട്ടുള്ള കുട്ടികളും ഈ കൂട്ടത്തിലുണ്ട്. കൂടുതലും കാളക്കുട്ടികൾ തന്നെയാണ് ഈ കാണുന്നത്. വളരെ കുറച്ച് 1-2 കുട്ടികൾ മാത്രമാണ് പശുക്കുട്ടികളുള്ളൂ. കൂടുതലും കാളക്കുട്ടികൾ തന്നെയാണ്. ഈ കാണുന്ന കാങ്കയം ബ്രീഡപ്പെട്ടുള്ള കാളക്കുട്ടിക്ക് 34,000 രൂപയാണ് അവർ ചോദിച്ച വില. നമ്മൾ നേരത്തെ കാണിച്ച കുട്ടികളൊക്കെ ഏകദേശം 22,000 രൂപ മുതൽ 30,000 രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള വളർത്തുകുട്ടികളാണ്. അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തും കുറച്ച് വളർത്തുകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഇതിൽ ഒരു ഗിയറിന്റെ ക്രോസ് ബ്രീഡ് ഉണ്ട്, അതേപോലെ ഒരു ഹോങ്കോളിന്റെ ബ്രീഡ് ഉണ്ട്, കാങ്കയം ബ്രീഡ് ഉണ്ട്. അങ്ങനെ പല ബ്രീഡിൽപ്പെട്ടുള്ള കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട്. ഈ കൂട്ടത്തിൽ കാണുന്ന വളർത്തുകുട്ടികൾക്കൊക്കെ ഏകദേശം 26,000 രൂപ മുതൽ 30,000 32,000 രൂപ വരെയൊക്കെയാണ് വില ചോദിക്കുന്നത്. ഇനി അങ്ങോട്ട് വളർത്തുകുട്ടികളുടെ ഒരു സീസണാണ്. പെരുന്നാൾ കഴിഞ്ഞാൽ വളർത്തുകുട്ടികൾ ധാരാളമായിട്ട് ചന്തയിൽ വരും. ഒരുപാട് ആളുകൾ വളർത്തുകുട്ടികൾ മേടിക്കാനും ചന്തയിൽ വരും. അതുകൊണ്ട് തന്നെ വളർത്തുകുട്ടികൾക്ക് നല്ല രീതിയിൽ അവർ വില ചോദിക്കുന്നുണ്ട്. ഈ കാണുന്ന വളർത്തുകുട്ടികളൊക്കെ ഏകദേശം 26,000 രൂപ മുതൽ 30,000 35,000 രൂപ വരേക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള വളർത്തുകുട്ടികളാണ്. ഓംഗോളിന്റെ ബ്രീഡ്, ഗിയറിന്റെ ബ്രീഡൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകുട്ടികളൊക്കെ ചന്തയിൽ വരുന്നുണ്ട്. നല്ല രീതിയിൽ വിലയും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അവർ ചോദിക്കുന്ന വിലയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു 5-6 മാസമൊക്കെ നമ്മൾ ആ കന്നുകാലികളെ വളർത്തണം. എന്നാലാണ് അവർ പറയുന്ന വിലയിലേക്ക് ഇപ്പോൾ കന്നുകാലികൾ എത്തുള്ളൂ. ഇപ്പോൾ നല്ല രീതിയിൽ ഒരുവിധം ഭാഗങ്ങളിലൊക്കെ പുല്ല് സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. വേനൽ മഴ കിട്ടിയതുകൊണ്ട് തന്നെ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ കണ്ടിട്ടാണ് ആളുകൾ ഓടിയും കൊണ്ട് വന്ന് മേടിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ചന്തയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു 2-3 മാസം കഴിഞ്ഞ് മേടിക്കുന്നതായിരിക്കും. ഇപ്പോൾ ചന്തയിൽ തീ പിടിച്ച വിലയാണ്. ആ വിലക്കൊക്കെ മേടിച്ച് വളർത്തിയാൽ വളർത്തുന്ന ആളുകൾക്ക് കാര്യമായിട്ട് മെച്ചമൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പശുക്കളെ കെട്ടിയിട്ടുണ്ട്. ചെറിയ തോതിൽ കറവയുള്ള പശുക്കളുണ്ട്, കറവ വറ്റിയ പശുക്കൾ, ഇറച്ചി ആവശ്യത്തിന് പോകുന്ന പശുക്കളുണ്ട്, ചെന പിടിക്കാരായ പശുക്കൾ, അങ്ങനെ പല ലെവലിലുള്ള പശുക്കളും ഈ ഭാഗത്തൊക്കെ കെട്ടിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കന്നുകാലികളുണ്ട്, നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള കന്നുകാലികളുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പശുക്കൾക്കൊക്കെ ഏകദേശം 32,000 രൂപ മുതൽ 40,000 45,000 രൂപ വരേക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള പശുക്കളാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇവിടെ ഈ ഭാഗത്ത് നാടൻ കന്നുകാലികൾ, നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള കന്നുകാലികളെ വിൽക്കുന്ന ഒരു ഏരിയയാണ്. ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. ഇന്ന് ചന്തയിൽ അത്യാവശ്യം കച്ചവടം നടക്കുന്ന, അല്ലെങ്കിൽ അത്യാവശ്യം തിരക്കുള്ള ഒരു ഏരിയ അതായത് നാടൻ കന്നുകാലികളെ വിൽക്കുന്ന ഒരു ഭാഗത്താണ്. മറ്റു ഭാഗങ്ങളിലൊക്കെ വളരെ കുറച്ച് കന്നുകളെ വന്നിട്ടുള്ളൂ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കന്നുകളൊക്കെ 2-3 ലോഡുകൾ മാത്രമാണ് വന്നിട്ടുള്ളൂ. ഇവിടെ ഈ ഭാഗത്ത് മാത്രമാണ് കുറച്ച് തിരക്ക് കാണുന്നത്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് മൂരിക്കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. നാടൻ ബ്രീഡപ്പെട്ടിട്ടുള്ള കുറച്ച് മൂരിക്കുട്ടികളാണ്. ഈ കാണുന്ന മൂരിക്കുട്ടികൾക്കൊക്കെ ഏകദേശം 28,000 രൂപ മുതൽ 35,000 രൂപ വരെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് HF ക്രോസ്, അതേപോലെ ജേഴ്സി ക്രോസ് ബ്രീഡപ്പെട്ടിട്ടുള്ള പശുക്കളൊക്കെയാണ് ഇവിടെ ഈ ഭാഗത്ത് കാണുന്നത്. ഇതൊക്കെ ചെറിയ തോതിൽ കറവയുള്ള പശുക്കളാണ്.
2 ലിറ്റർ മുതൽ 5 ലിറ്റർ വരെയൊക്കെ പാല് കിട്ടാവുന്ന രീതിയിലുള്ള കറവയുള്ള പശുക്കൾ, വളരെ ചെറിയ തോതിൽ കറവയുള്ള പശുക്കളാണ്. ഈ കാണുന്ന ജേഴ്സി ക്രോസ് ഒക്കെ അത്യാവശ്യം പാല് കിട്ടുന്ന രീതിയിലുള്ള ഒരു പശുവാണ്. എത്രത്തോളം പാല് കിട്ടും എന്നുള്ളതോ അല്ലെങ്കിൽ എത്ര ലിറ്റർ പാല് കിട്ടും എന്നുള്ളതൊക്കെ അത് കറന്നു നോക്കിയാൽ തന്നെ അറിയുള്ളൂ. ചന്തയിൽ കച്ചവടക്കാർ പറയുന്ന അളവൊന്നും എന്തായാലും കിട്ടിക്കൊള്ളുന്നില്ല. അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ചന്തയിൽ നിന്ന് കറന്നു നോക്കിയിട്ടൊക്കെ മേടിക്കാം. പക്ഷേ രാവിലെ എത്ര കിട്ടും വൈകുന്നേരം എത്ര കിട്ടുന്നൊന്നും കറന്നു നോക്കാൻ കഴിയില്ല. നമ്മൾക്ക് ഇപ്പോൾ കാണുന്ന ലെവലിൽ കാമ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കറന്ന് നോക്കിയിട്ട് മേടിക്കുക, അത്രേ പറ്റുള്ളൂ. അവർ പറയുന്ന പാലിൻ്റെ അളവൊന്നും എന്തായാലും കിട്ടിക്കൊള്ളണമെന്നില്ല. ഇവിടെ ഈ ഭാഗത്ത് ഒരു മൂരിക്കുട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു കന്നാണ്. നാട്ടിൽ വിൽക്കാൻ കഴിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച വില കിട്ടാഞ്ഞിട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിൽ ചന്തയിൽ കൊണ്ടുവന്നിട്ട് വില കിട്ടാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല, ഇപ്പോൾ പെരുന്നാൾ തലേന്ന് ചന്തയിലേക്ക് കയറ്റിയിരിക്കുകയാണ്. അവരുദ്ദേശിച്ച വില കിട്ടാഞ്ഞിട്ട് പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്ന കന്നുകളായിരിക്കും. ഇപ്പോൾ ഇനി സമയമില്ല എന്ന് കരുതിയിട്ട് പെരുന്നാൾ തലേന്ന് ചന്തയിലേക്ക് കയറ്റിയ കന്നുകളാണ്. നാടൻ പോത്തുകൾ 2-3 വന്നിട്ടുണ്ട്. അതേപോലെ കുറച്ച് നാട്ടിൻ പുറത്തുനിന്നുള്ള മൂരിക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ അവരുദ്ദേശിച്ച വില കിട്ടാഞ്ഞിട്ട് പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്ന കന്നുകളാണെന്ന് തോന്നുന്നുണ്ട്. ഈ കാണുന്ന പോത്തുകൾക്കൊക്കെ ഏകദേശം 70 രൂപ 75 രൂപ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത്. ഇന്നത്തെ ചന്തയിലും കൂടിയാണ് ഈ വിലക്ക് കന്നുകാലികളെ വിൽക്കാൻ കഴിയുള്ളൂ. അടുത്ത ആഴ്ച മുതൽ ഇനി ഇറച്ചി വിലക്ക് തന്നെയാണ് ആളുകൾ മേടിക്കുള്ളൂ. ഇപ്പോൾ ചന്തയിൽ 600-650 ഇറച്ചിക്ക് വില കണക്കാക്കിയിട്ടാണ് കന്നുകാലികളെയൊക്കെ ആളുകൾ വില പറയുന്നത്. കന്നുകാലികൾക്കൊക്കെ വില ചോദിക്കുന്നത് 600-650 വില കണക്കാക്കിയിട്ടാണ്. എന്നാൽ ഇറച്ചി പാലക്കാട് ജില്ലയിൽ അതേപോലെ ഈ വാണിയംകുളത്തും സമീപ പ്രദേശങ്ങളിലൊക്കെ 400-420 ആ റേഞ്ചിനൊക്കെയാണ് ഇറച്ചി കടകളിൽ വിൽക്കുന്നത്. എന്നാൽ കന്നുകാലികൾക്ക് ചന്തയിൽ ചോദിക്കുന്ന വില 600-650 ഒക്കെയാണ്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് മൂരിക്കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലും ഒരു ഫുൾ ബ്ലാക്ക് നിറത്തിലുള്ള ഒരു കാങ്കയം ബ്രീഡപ്പെട്ടിട്ടുള്ള ഒരു മൂരിക്കുട്ടി ഉണ്ട്. ഈ കാണുന്ന മൂരിക്കുട്ടിക്കൊക്കെ 32,500 രൂപയാണ് ചന്തയിൽ ചോദിച്ച വില. അതേപോലെ തന്നെ ഇവിടെ ഒരു കാളനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സവാരി വണ്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ആ കാളയാണെന്ന് തോന്നുന്നുണ്ട്, ആ ബ്രീഡാണെന്ന് തോന്നുന്നുണ്ട്. വയസ്സുകൊണ്ട് ഏകദേശം 2 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ ഇനി ഒരുപാട് വളരാനൊക്കെ ഉണ്ട്. ഈ കാണുന്ന കുട്ടിക്കൊക്കെ ഏകദേശം 38 രൂപ ആ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത്. ചില ആളുകൾ 35-38 ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട്. ഓരോരുത്തരോട് ഓരോരോ വിലകൾ പറയുന്നുണ്ട്. കച്ചവടക്കാരോട് ആ ലെവലിലേക്കുള്ള വില, പാർട്ടിക്കാരോട് ആ ലെവലിലേക്കുള്ള വില, അങ്ങനെയൊക്കെയാണ് ചന്തയിൽ അവർ ചോദിക്കുന്ന വില. നമുക്ക് നമ്മുടെ വിലക്ക് ബാർഗൈൻ ചെയ്തെടുക്കാം. ഇവിടെ 2 കന്നുകാലികളെ കൊണ്ടുവന്നിട്ടുണ്ട്. നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള 2 കന്നുകളാണ്. പെരുന്നാൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള 2 കന്നുകളാണ്. വില കിട്ടാഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വില കിട്ടാഞ്ഞിട്ട് വിൽക്കാതെ നിർത്തിയിട്ടുണ്ടായിരുന്ന കന്നുകളാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒറ്റ കൈക്ക് ചന്തയിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ഇതൊക്കെ ഈ പരുവത്തിനുള്ള കന്നുകാലികൾക്കൊക്കെ ചന്തയിൽ ഏകദേശം 70 രൂപ 75 രൂപ റേഞ്ചൊക്കെ ചന്തയിൽ വില ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തും കുറച്ച് കാളകളെ കെട്ടിയിട്ടുണ്ട്. ഇതെല്ലാം പെരുന്നാൾക്ക് പറ്റുന്ന രീതിയിലുള്ള 2 വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ള കന്നുകാലികളാണ്. ഈ കാണുന്ന കന്നുകാലികൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കന്നുകളാണ്. അവിടെ നേരത്തെ കണ്ട 2 നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. നാട്ടിൻ പുറത്ത് വളർത്തി വലുതാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കന്നുകാലികളാണ്. കാണാൻ നല്ല ഭംഗിയുള്ള പെരുന്നാൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള കന്നുകളാണ്. അതേപോലെ തന്നെ ഇവിടെ കാങ്കയം ബ്രീഡപ്പെട്ടിട്ടുള്ള ഒരു കന്നുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തിനുള്ള കന്നാണ്. ഏകദേശം ഒരു 160-170 കിലോ ഇറച്ചി കിട്ടാവുന്ന രീതിയിലുള്ള അത്യാവശ്യം നല്ല വലുപ്പത്തിനുള്ള ഒരു കന്നാണ്. വീഡിയോയിൽ എത്രത്തോളം വലുപ്പം തോന്നിക്കുന്നുണ്ടെന്ന് അറിയില്ല. ഈ പരുവത്തിനുള്ള അല്ലെങ്കിൽ ഈ വലുപ്പത്തിനുള്ള കന്നുകാലികൾക്കൊക്കെ ഏകദേശം ചന്തയിൽ ചോദിക്കുന്ന വില 90,000 രൂപ മുതൽ 1,00,000 രൂപ വരെയൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി വലുപ്പത്തിനുള്ള കന്നാണ്. പക്ഷെ കാണാൻ ഭംഗി നമ്മൾ നേരത്തെ കണ്ട കന്ന് തന്നെയാണ്. ഈ കാണുന്നതൊക്കെ പെരുന്നാൾക്ക് പറ്റുന്ന രീതിയിലുള്ള കന്നാണ്. ഇതൊക്കെ ഒരു 120 കിലോന് 130 കിലോന്റെ ഒക്കെ അടുത്ത് മീറ്റ് പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള ഒരു കന്നാണ്. ഈ പരുവത്തിനുള്ള അല്ലെങ്കിൽ ഈ കാണുന്ന കന്നിനൊക്കെ ഏകദേശം 65 രൂപ 70 രൂപ റേഞ്ചൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. ഒരുപാട് കാളകൾ ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. നാടൻ കന്നുകൾ അല്ലെങ്കിൽ പെരുന്നാൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള കന്നുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. സാധാരണ ആഴ്ചകളിൽ ഉണ്ടാവാറുള്ള അത്ര കന്നുകാലികൾ ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുമില്ല. ഇതൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആന്ധ്ര കന്നുകളാണ്. ആന്ധ്ര കന്നുകൾ അല്ലെങ്കിൽ ഓങ്കോൾ ബ്രീഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കന്നുകളാണ്. ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ള കന്നുകാലികൾക്കൊക്കെ ഏകദേശം 80,000 രൂപ മുതൽ 1,00,000 രൂപ വരെയൊക്കെയാണ് വില ചോദിക്കുന്നത്. അത്യാവശ്യം വലിയ കന്നുകളാണ്.
ഒരു 150 കിലോ മുതൽ 200 കിലോ അല്ലെ 200+ ഒക്കെ മീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള വലിയ കാളകൾ ഈ കൂട്ടത്തിലുണ്ട്. ചിലതൊക്കെ ഒരു 130 കിലോ മീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള കാളകളും ഈ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പോത്തുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം വലിയ പോത്തുകളാണ്. ഏകദേശം 90 രൂപ 95 രൂപ മുതൽ 1,25,000 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുറച്ച് പോത്തുകളാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. ഈ കൂട്ടത്തില് നാടൻ പോത്തുകളും ഉണ്ട്. 1-2 നാടൻ പോത്തുകളാണ്. ചിലതൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പോത്തുകളാണ്. ഈ ആഴ്ച വന്ന പോത്തൊന്നും അല്ല തോന്നുന്നുണ്ട്. 2-3 ആഴ്ചകൾക്ക് മുൻപ് ചന്തയിൽ നിന്ന് മേടിച്ചതാണോ ഇനി പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് നാട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയതാണോ എന്നറിയില്ല. അവര് നാട്ടിൽ അവരുടെ ഭാഗങ്ങളിലൊക്കെ വിൽപ്പന കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കന്നുകാലികളെ ചന്തയിലേക്ക് കയറ്റിയിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഹോങ്കോളിന്റെ ബ്രീഡപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു കാളയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാണുന്ന കന്നിന് 70,000 രൂപയാണ് ചന്തയിൽ ചോദിച്ച വില. ഇനി 1 വർഷമൊക്കെ നിർത്തിയാൽ അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പം വരുന്ന, നല്ല രീതിയിൽ വളർത്താൻ പറ്റിയ രീതിയിലുള്ള ഒരു അടിപൊളി കന്നാണ്. നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഉള്ള, കാണാൻ നല്ല ഭംഗിയുള്ള, നല്ല തലപ്പവറുള്ള അടിപൊളി ഒരു കന്നാണ്. ഈ കാണുന്ന കന്നിന് അവർ 70,000 രൂപയാണ് ചന്തയിൽ ചോദിച്ച വില. നമ്മൾ 40 രൂപ 45 രൂപ വരെയൊക്കെ നമ്മൾ ചോദിച്ചു നോക്കി, അവർ തരാൻ തയ്യാറായില്ല. ഈ ആഴ്ചത്തെ കന്നുകാലികളുടെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോ ഇടാൻ ഒരു 4-5 ദിവസം ലേറ്റ് ആയിട്ടുണ്ട്. പെരുന്നാളും അതിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇത്രയും ലേറ്റ് ആയത്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.